നമസ്കാരം. ഇന്ന് നമ്മളൊരു ജനറൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇത് ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സന്ദേശം തന്നെയായിരിക്കും. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നതും ശക്തിയും പോസിറ്റീവ് എനർജിയും കൂടുതൽ സംഭരിച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് കടന്നു പോകുന്നതിനും ഭഗവാൻ നിങ്ങളെ വഴിതെളിക്കുന്ന ഒരു റീഡിംഗ് ആയിരിക്കും. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല അവസ്ഥകളെയും നിങ്ങൾക്ക് മറികടക്കുവാനും ദൃഢമായ വിശ്വാസം നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശക്തരാക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു തീരുമാനമെടുക്കുവാൻ കാത്തിരിക്കുകയാണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ കാര്യങ്ങളാണ്. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി സമയവും ക്ഷമയും നിക്ഷേപിച്ചതാണ്. കുറേയൊക്കെ വിരക്തി തോന്നി, ഇടയ്ക്ക് നിർത്തുവാൻ തോന്നി. എങ്കിലും വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു. പടിപടിയായി തന്നെ ഉയർന്നു വന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം. പല സന്ദർഭത്തിലും തീരുമാനങ്ങൾ എടുക്കുവാൻ കുറച്ച് ഉത്കണ്ഠയും സമാധാനക്കുറവും ഉണ്ടായിരുന്നു. എങ്കിലും ഏത് കാര്യത്തിലേക്ക് പോയാലും ഈശ്വരൻ്റെ തുണ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എളുപ്പത്തിലല്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നുകൊണ്ടേയിരുന്നു. അപ്രതീക്ഷിതമായ സമയത്ത് ഇനി നിങ്ങളിലേക്ക് അത്ഭുതങ്ങൾ തന്നെ വരും. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നെ പ്രതീക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശുഭ സന്ദേശങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവികമായിട്ടുള്ള പിന്തുണ തന്നെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്കും സ്വയം യാഥാർത്ഥ്യമാക്കലിലേക്കുമൊക്കെ നീണ്ടുപോവുകയാണ്. നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, നിങ്ങൾക്ക് വരുന്നത് അനന്തമായ സാധ്യതകളും അവസരങ്ങളുമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഒരു പുതിയ കൂടിച്ചേരലിനുള്ള സാധ്യതകൾ ഇനി വരുന്നുണ്ട്. അതല്ലെങ്കിൽ പുനഃസമാഗമം. എന്നൊക്കെയോ പിരിഞ്ഞു പോയ ആൾക്കാരെ വീണ്ടും നമ്മൾ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവരോടും നല്ല സഹകരണവും സ്നേഹവും ഐക്യത്തോടെ നിൽക്കാനും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും എല്ലാം കൈമുതലായി ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്? കണ്ണടച്ചുകൊണ്ട് വ്യക്തിയെ വിശ്വസിച്ചു. ആ വ്യക്തി തന്നെ കുറേ നുണകളുടെ ആവരണത്തിൽ നമ്മെ എന്തൊക്കെയോ വിശ്വസിപ്പിച്ച് മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം ആ ബന്ധത്തിന് കൊടുത്തു. തിരിച്ച് പലപ്പോഴും അത് കിട്ടാതെയും വന്നു. ശരിക്കും രണ്ടുപേർ തമ്മിലുള്ള ബന്ധം സങ്കീർണമായ ഒന്ന് തന്നെയാണ്. നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ബന്ധങ്ങളിൽ പോലും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ശരിയായ വ്യക്തിയെ കണ്ടെത്തുമെന്ന് നിങ്ങളുടെ ആന്തരികമായ ആത്മാവ് എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും. നമുക്ക് മികച്ചത് കണ്ടെത്താൻ കഴിയില്ല എന്ന ഭയം കൊണ്ടാണ് ശരിക്കും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി ഇരിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പതിഞ്ഞിരിക്കുകയാണ്. മുൻകാലത്തുണ്ടായ ബന്ധങ്ങളിലെ ആ കാരണങ്ങൾ തന്നെ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ജീവിതത്തിൽ ഇനി അനുഭവിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം തന്നെ വരുന്നുണ്ട്. പക്ഷേ നിസ്സംശയം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഒത്തുതീർപ്പാക്കാനും മാത്രം സമയം കണ്ടെത്തിയ ഒരു കാലമുണ്ട്. വാസ്തവത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളെക്കാൾ എളുപ്പമാണ്. വളരെ കാലമായി രണ്ട് ധ്രുവങ്ങളിൽ വിപരീത ദിശയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ഇപ്പോഴും നിന്ന് കറങ്ങുകയാണ്. യാതൊരുവിധ പുരോഗമനവുമില്ല. സ്വഭാവങ്ങളും ചിന്തകളും കണ്ട് നിങ്ങൾ തന്നെ നിരാശപ്പെടുന്നു. വീണ്ടും വിശ്വാസം എന്ന ഒറ്റ കാര്യത്തിന്മേൽ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും തരണം ചെയ്ത് ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ. ഇനി ജീവിതത്തിൽ ഇപ്പോഴീ അവസ്ഥയൊക്കെ അനുഭവിക്കുന്നത് ചിലരിൽ സ്നേഹത്തിൻ്റെയോ ചിലരിൽ പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെയോ ആവാം. ഏതായാലും നമ്മൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ ചില നേട്ടങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് ബോധ മനസ്സിൽ അസംബന്ധമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അത് ആസ്വദിക്കുന്നത് ആന്തരികമായ നമ്മുടെ ഉപബോധ മനസ്സു തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നു എങ്കിൽ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ നിർഭാഗ്യവതി അല്ലെങ്കിൽ നിർഭാഗ്യവാൻ എന്ന ഒരു തോന്നലേ വേണ്ട.
പലപ്പോഴും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോകും. ഉദാഹരണത്തിനായിട്ട്, മികച്ച ആളുകളെ നമ്മൾ ധാരാളം കണ്ടുമുട്ടിയേക്കാം. അതിൽ ചില വ്യക്തികളുമായി നമ്മൾ ഇടപഴകിയേക്കാം. പക്ഷെ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടില്ല. നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടോ കുറവുള്ളത് കൊണ്ടോ ഒന്നുമല്ല. വാസ്തവത്തിൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല എന്നതിന് വ്യക്തത തന്നെ ഇല്ല. അത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ബന്ധത്തിലെ എന്തെങ്കിലും വിഷമാവസ്ഥയിൽ പോലും നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായിട്ട് നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക. സ്നേഹത്തിലെ പ്രശ്നമുള്ള സാഹചര്യം, പ്രണയത്തിലെ പ്രശ്നകരമായ സാഹചര്യം വീണ്ടും നിങ്ങൾ അത് ആകർഷിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അത് നിങ്ങൾ ആകർഷിക്കുകയാണ്. വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടും. ഈ ചിന്തകൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതിനാൽ തന്നെ നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും സ്വയം മുക്തനാവാതെ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയുകയില്ല. മുഖംമൂടികളില്ലാതെ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരാൻ സാധിക്കുക. അങ്ങനെ സങ്കല്പിക്കുക, യഥാർത്ഥ നിങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന്, പ്രണയിക്കുന്നതെന്ന് സങ്കല്പിക്കുക. വളരെ ലളിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ആരുമായി നിങ്ങൾ പൊരുത്തപ്പെടുന്നോ, ആരുമായി എപ്പോഴും നിങ്ങൾ സ്നേഹിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നോ, അവരെ മാത്രമേ നിങ്ങൾക്ക് ആകർഷിക്കുവാനും കഴിയുകയുള്ളൂ. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും ആധികാരികമായിട്ടുള്ള വ്യക്തികളല്ല. ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടാൻ സമയങ്ങൾ തന്നെ വേണ്ടിവരും. ജീവിതത്തിൽ ചില പിടിവാശികളും കൊണ്ട് നടക്കാറുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നും നാം വേണമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും പോലെ അത് പ്രധാനമൊന്നുമായിരിക്കില്ല. ഇങ്ങനെയുള്ള യാത്രയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. പതറാത്ത ഹൃദയത്തോടെ പരിശ്രമത്തോടു കൂടി മുന്നോട്ട് പോവുക. പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത് പൂർവാധികം കരുത്താർജിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ പ്രപഞ്ചം എനിക്ക് ജീവൻ തന്ന പ്രപഞ്ചമാണ്. എന്നെപ്പറ്റി നല്ല പദ്ധതികൾ തന്നെയായിരിക്കും പ്രപഞ്ചനാഥൻ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ദുഃഖിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഈ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കാൻ സന്നദ്ധമാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഇരിക്കുന്ന അവസരത്തിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മറക്കുക, ശാന്തത അനുഭവിക്കുക. നിങ്ങൾ ഒന്നിനെ പറ്റിയും ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആര് നിങ്ങളെപ്പറ്റി എന്ത് തന്നെ ചിന്തിച്ചാലും, എന്ത് തന്നെ മോശം പറഞ്ഞാലും, നിങ്ങൾ നിങ്ങളെപ്പറ്റി മോശമായി ചിന്തിക്കരുത്. എത്ര തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും, അതിനെ എല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരും. നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുള്ള വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു വ്യക്തിയല്ല.